സംസ്ഥാനത്ത് വർഗീയവാദികളുടെ തീവ്രവാദികളുടെ പിന്തുണ വാങ്ങിയാലും വോട്ടല്ലേ അത് പോരട്ടെ എന്നൊരു ചിന്ത ജനങ്ങൾക്ക് ശക്തിപ്പെട്ടു വരുന്നു. ഇവിടെയാണ് ഒരു കാര്യം നാം ഓർക്കേണ്ടത്. നേരത്തെ തലശ്ശേരിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആ ഉപതെരഞ്ഞെടുപ്പിന് EMS ജീവിച്ചിരിക്കുന്ന കാലമാണ് ഒരു പ്രശ്നം ഉയർന്നു വന്നു. RSSന്റെ വോട്ട്. ഒരു പൊതുയോഗത്തിൽ EMS പരസ്യമായി എന്ന് പറയാം, RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായി പറയാം. അത് CPIM പറയാൻ കഴിയും, കോൺഗ്രസിന് അത് പറയാൻ കഴിയുന്നുണ്ടോ? കോൺഗ്രസ് ചിന്തിക്കണം. ഇവിടെ SDPI എന്താണ് SDPI എന്ന് കേരളത്തിൽ പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് പ്രത്യേകം വിശദീകരിക്കേണ്ടതായിട്ടുണ്ടോ? സാധാരണ മുസ്ലിം ജനവിഭാഗം തന്നെ ഇവരെയൊന്നും അംഗീകരിക്കുന്നില്ല. മുസ്ലിമിലെ ഏറ്റവും പ്രബല വിഭാഗമാണല്ലോ സുന്നി വിഭാഗം. അതല്ലെങ്കിൽ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന എല്ലാ മുസ്ലിം വിഭാഗവും എല്ലാവരും ഈ വിഭാഗത്തെ എല്ലാം തള്ളിക്കളയുന്നവരാണ്, ഈ വിഭാഗത്തെ തള്ളുന്നവരാണ്. ഇവരെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങള് കോൺഗ്രസിന് പിന്തുണ. ആ പിന്തുണ വാങ്ങിയവരിൽ ഏതെല്ലാം സ്ഥാനാർത്ഥികൾ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ അധിക ദിവസമൊന്നും ആയില്ല. എന്തേ നിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവം കാണിക്കാതിരുന്നത്? ആ തെരഞ്ഞെടുപ്പ് പ്രചാരവേലയുടെ ഘട്ടത്തിൽ ഞാൻ ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ഇത് പറയുന്നില്ല എന്ന്. ഇപ്പോ നിങ്ങൾ വലിയ വിവാദം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടല്ലോ. എന്തേ നിങ്ങൾക്കത് പറയാൻ കഴിയാതിരുന്നത്? നിങ്ങൾ മതനിരപേക്ഷതയിൽ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ച സമീപനം സ്വീകരിക്കണ്ടേ? വർഗീയ ശക്തിയെ താലോലിച്ച് നിൽക്കലാണോ? എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? എന്താണ് SDPI നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾക്ക് വേണ്ടപ്പോൾ RSSുമായും സംഘപരിവാറുമായും BJPയുമായും ബന്ധമുണ്ടാക്കാൻ മടിയില്ലാലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അനുഭവമില്ലേ? 2016 നിയമസഭയുടെ അംഗത്വം BJPക്ക് എന്തൊരു ബഹളായിരുന്നു. നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരക്കാർക്ക് അറിയാലോ കൃത്യമായിട്ട് എങ്ങനെയാണ് ആ അംഗത്വം ഉണ്ടായത് എന്ന്. നേമത്തെ സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി ജയിച്ചു വരുമ്പോ കോൺഗ്രസിന്റെ വോട്ട് കാണാനില്ല. എന്തിനായിരുന്നു അത്? അപ്പുറത്ത് ഒരു കോൺഗ്രസ് നേതാവിന് ജയിച്ചു വരാൻ ഓർമ്മയില്ലേ? 2021 വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു. ഞങ്ങൾ പരസ്യമായി നിയമത്തെ പറഞ്ഞു, ഈ അക്കൗണ്ട് ഞങ്ങളിവിടെ പൂട്ടിക്കും. പൂട്ടിയില്ലേ? അതല്ലേ ശിവൻകുട്ടിയിരിക്കുന്നത്?
ഇപ്പോ തൃശ്ശൂര് എങ്ങനെയാണ് സുരേഷ് ഗോപി ഇരിക്കുന്നത്? എന്റെ കോൺഗ്രസിന്റെ വോട്ട് എവിടെ പോയി? ചെറിയ വോട്ടാണോ ഇല്ലാതായത്? ആ വോട്ട് ചെന്ന് ചേർന്നത് സുരേഷ് ഗോപിക്കായപ്പോഴല്ലേ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. 4 വോട്ടിന് വേണ്ടി എന്ത് വൃത്തികേട്! ഇത്തരം ശക്തികളെ പ്രോത്സാഹിപ്പിക്കരുത്. ഇത്തരം ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നത് നാടിനാപത്താണ്. അത് തിരിച്ചറിയണം. കോൺഗ്രസിനെ അത് തിരിച്ചറിയാനാകുന്നില്ല. എല്ലാവരും പോരട്ടെ എന്നാണ് ചിന്ത. ഇതാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. LDF കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിലേറ്റവും ശക്തമായി ഇടപെടേണ്ട പാർട്ടി CPIM ആണ്. നല്ല രീതിയിൽ ജനങ്ങളുമായി ബന്ധപ്പെടാനും കാര്യങ്ങൾ വിശദമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും പാർട്ടി സഖാക്കൾ സന്നദ്ധമാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം.